കാടും മേടും മഞ്ഞും മലകളും തടാകങ്ങളും താഴ്വരകളും എല്ലാം ചെയ്തു ചേർന്ന മനോഹരമായ ഒരു നാട് വയനാട്. നൂൽപ്പുഴയും കോടമഞ്ഞും പെയ്തിറങ്ങുന്ന ഈ ഹരിതഭൂമിയിൽ എവിടെ തിരിഞ്ഞാലുമുണ്ട് കാഴ്ചകളുടെ കയറ്റിറക്കങ്ങൾ. ബാണാസുരമലയും എടക്കൽ ഗുഹയും മേപ്പാടിയും നീലിമലയും ചൂരൽമല വെള്ളച്ചാട്ടവും കാരാപ്പുഴ ഡാമും വയനാട് ചുരം തുടങ്ങി എണ്ണിയാൽ തീരാത്ത വശ്യസുന്ദരമായ പ്രകൃതി ഭംഗിയുടെ വാതായനങ്ങളാണ് വയനാട് നമുക്ക് കാട്ടിത്തരുന്നത്. എന്നാൽ പ്രകൃതി ഒരു വെറും കാഴ്ചയല്ല, അത് ഒരു സാക്ഷിയാണ്, വിധിയെ നിർണയിക്കുന്ന ഒരു പുരാതന ശക്തി. കുന്നുകൾ ഇളകിയാടി, മരങ്ങൾ നിശ്ചലമായി, പുഴകൾ വഴിമാറി ഒഴുകി, ഒരു നിമിഷം കൊണ്ട് എല്ലാം നഷ്ടമായ ഒരു ജനത. ഭയത്തിന്റെ കനത്ത നിശബ്ദതയിൽ ഞങ്ങൾ തുടക്കം കുറിക്കുന്നു. മണ്ണടിഞ്ഞ സ്വപ്നങ്ങൾ, ഈ മണ്ണിൽ പതിഞ്ഞ ഓരോ കാലടികളുടെയും ഓരോ സ്വപ്നങ്ങളുടെയും കഥയാണ് പ്രകൃതി നമുക്ക് മുന്നിൽ കാട്ടിയ നിമിഷങ്ങളിലേക്ക്. മലയാള നാടിൻ മലനാടാണ്, മലയേറിയുള്ളൊരു മലനാട്. എന്നൊരു ഗ്രാമത്തിലെ ആകാശവാണി വയനാട് നിലയം വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ. ജൂലൈ 28 മുതൽ വയനാട് ജില്ലയിൽ മഴ അതിശക്തമാകുമെന്ന് കാലാവസ്ഥാ നിലയം അറിയിച്ചു. ആ ലക്ഷണങ്ങളുടെ അങ്ങനെയാണെന്നാ തോന്നുന്നത്. ലക്ഷ്മിക്കാണെങ്കിൽ ഡേറ്റ് എടുത്തിരിക്കോ. എനിക്ക് അവളെ പ്രത്യേകിച്ച് അവളുടെ വീട്ടിൽ കൊണ്ട് വിടുകയും ചെയ്യണം. എന്ത് പറ്റി? ആ കേട്ടാ, അതെ അതേടാ, അതെ അതെ, കണക്കിന് പോയി ഇപ്രാവശ്യത്തെ ഓണക്കച്ചവടം എന്താണെന്ന് അറിഞ്ഞില്ല. ഇങ്ങനെയെങ്കിലും ഈ തവണ ഒന്നും പിടിക്കാൻ പറഞ്ഞിരുന്നതാ. എടാ അജീഷേ, ആ വരുന്ന വഴിക്ക് ലക്ഷ്മിയെ കണ്ടായിരുന്നു. ആ നീ പെട്ടെന്ന് കൂടെ ചെല്ലാൻ പറഞ്ഞു. മഴയൊക്കെ അല്ലേ, വേഗം പോകും. ആ പോവാളേ, പോവാ. പോകേടാ, ഒരു 4 പഴപ്പൊലി കുടുങ്ങിയാണ്. മുഴുവനാലെന്നല്ലേ? ആഹാ, അതും പോയോ? അതിങ്ങനെ വാങ്ങിച്ചതിന് ശേഷം ഇതുവരെ കുടിക്കുന്നുണ്ടോ? എന്താ കുറേ നേരമായിട്ട് കുറയ്ക്കുന്നുണ്ടല്ലോ? എന്താണോ എന്റെ അച്ഛനെ കാണുന്നില്ലല്ലോ. എന്താ ചേട്ടാ, കുറെ എടുക്കാൻ പറഞ്ഞാലും കേൾക്കില്ല. അങ്ങനെ മോനൊക്കെ കഷ്ടം അച്ഛൻ്റെ കാര്യം. ഓ ഒന്നും പറയണ്ട ലക്ഷ്മി, ഇവിടെ എല്ലാം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചേക്കോ. എന്തൊരു മഴയാ പുറത്ത്. അജീഷേട്ടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്കാണ് ആകെ ഒരു സമാധാനം കേടാ. നാളെ നമുക്ക് എന്റെ വീട്ടിലോട്ട് പോയാലും ചേച്ചിനാണെങ്കിൽ സ്കൂളില്ലല്ലോ. നാളെ വേണ്ട, 2 ദിവസം കഴിയണം. ആ ആന്തപ്പൻ ചേട്ടന്റെ വീട്ടിലെ പണി ഒന്നും കഴിഞ്ഞിട്ടില്ല. അയാളാണെങ്കിൽ തിങ്കളാഴ്ച കയറി താമസം നടക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് മാത്രമല്ല, എന്റെ പ്രസവം എടുത്തിട്ട് വന്നു. അപ്പോൾ വായ്പയായിട്ട് പൈസ ചോദിക്കാനായിട്ട് ഞാൻ ഇരിക്കും. വേറെ എന്തിനാണ് ക്ഷമിക്കുന്നത്? നോക്കട്ടെ ഞാൻ നോക്കട്ടെ. അവിടെ പോ.
കരളലിയിക്കുന്ന രംഗത്താണ്. തങ്ങളുടെ ഉറ്റവർക്കാരുടെ തിരിച്ചിലാണ് നാട്ടുകാരും മറ്റു സന്നദ്ധ പ്രവർത്തകരും. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തം ജീവൻ മാർഗം മറ്റൊരു ജീവനെങ്കിലും രക്ഷിക്കാൻ കഠിന പ്രയത്നം ചെയ്യുന്ന ഒരു കൂട്ടം മനുഷ്യരെയാണ്. ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. സർ, അവസ്ഥ വളരെ വിഷമകരമാണ്. ഒരുപാട് ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ കാണുന്നിടത്തെല്ലാം വീടുകളായിരുന്നു. അവിടെയാണ് ഈ പാറയും മരവും വണ്ടികളും എല്ലാം വന്ന് അടിഞ്ഞു കിടക്കുന്നത്. അതിനടിയിലെല്ലാം ശരീരാവശിഷ്ടങ്ങളാണ്. 3 മലകൾ 3 ഗ്രാമങ്ങൾ മൊത്തത്തിൽ ഒലിച്ചു പോയതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങ് ചാലിയാർ പുഴയിൽ നിന്ന് വരെ ശരീരാവശിഷ്ടങ്ങൾ കിട്ടിയതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. എല്ലാം DNA ടെസ്റ്റ് നടത്തി കണ്ടുപിടിക്കേണ്ട അവസ്ഥയാണ്. വളരെ ഭയാനകരമാണ് ഇവിടുത്തെ അവസ്ഥ. ചാലിയാർ ഒരു സങ്കടപ്പുഴയായി ഒഴുകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നാടിനെ നടുക്കിയ വയനാട് ദുരന്തത്തിൽ 80 മൃതദേഹങ്ങളടക്കം 257 ശരീരഭാഗങ്ങൾ വനത്തിലൂടെ ചാലിയാർ പുഴയിൽ ഒഴുകിയെത്തിയത് മലപ്പുറം ജില്ലയിലെ പോത്തുകല്ലിലാണ്. കുഞ്ഞുങ്ങളുടേതടക്കമുള്ള ചിന്നിച്ചിതറിയ ശരീരഭാഗങ്ങൾ പുഴയിൽ കണ്ടു തീർത്തു മുങ്ങിയെടുത്തവർക്കും ആർക്കും അതിന് നടുക്കം മാറിയിട്ടില്ല. ഇനി ഒരിക്കലും ചാലിയാറിന് ഇങ്ങനെ ഒരു സങ്കടകഥ ഉണ്ടാവരുതേ എന്ന പ്രാർത്ഥനയിലാണ് ഈ നാട്ടുകാർ. ഇത് മുകളിൽ നിന്നും ഒഴുകി വന്ന ഒരു പെട്ടിക്കകത്ത് കിട്ടിയ ഒരു പേപ്പർ. എന്ത് വസ്തുതർക്കത്തിന്റെ എന്ന് തോന്നുന്നു. ഇനി എന്ത് വസ്തു, ഇനി എന്ത് തർക്കം? കല്ലും മണ്ണും മാത്രമല്ല ഈ കിടക്കുന്നത്. അതെ, ഓരോ ദുരന്തങ്ങളും നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കുകയും ചെയ്യും. ഇവിടെ ബെയിലി പാലത്തിന് പണി നടക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നടന്നുകൊണ്ട് മാത്രമേ നമുക്ക് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഈ ദൃശ്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ദൗത്യവുമായി ഞങ്ങളുടെ ടീം മുന്നോട്ട് പോവുകയാണ്. ഏത് ദുരന്തവും കാലമായി ആയുസിൽ 1000 വട്ടം കേട്ടുമെടുത്ത ആശ്വാസവചനം. പക്ഷേ ആരുടെ മുടിപ്പാടിനെ എപ്പോൾ കാലം വായിക്കും എന്ന് മാത്രം നമുക്കറിയില്ല. മുരുടങ്ങാത്ത ജന്മം തീർന്നുപോയ ലക്ഷ്യങ്ങളിൽ ആരെല്ലാം ഉൾപ്പെടും അത് അനുഭവിച്ചവർ, നഷ്ടപ്പെട്ടവർ, നെഞ്ചിൽ ഇടിവെക്കേട്ട പോലെ ദുരന്തം കണ്ടു നിന്നവർ, കൺമുന്നിൽ എല്ലാം നഷ്ടപ്പെടുന്നത് നിസ്സഹായങ്ങൾ നോക്കി നിന്ന ഒരു കൂട്ടം മനുഷ്യർ, സ്വയം മറന്ന് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയവർ. കേരളത്തിന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും നിസ്സഹായ നിമിഷങ്ങൾ കാലം കടന്നു പോകുമ്പോൾ അതിന്റെ തീക്ഷ്ണ തോർന്നു പോകാതിരിക്കാൻ, മറക്കാതിരിക്കാൻ, നാളെയുടെ തലമുറയ്ക്കായി ഒരു ഓർമ്മപ്പെടുത്തലായി മൺമറിഞ്ഞു പോയ എല്ലാവർക്കുമായുള്ള സമർപ്പണം.